നമ്മുടെ സൂര്യൻ അതിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരാശിയാണെങ്കിൽ വംശനാശത്തിന്റെ വക്കിലും. സൂര്യനെ രക്ഷിച്ചെങ്കിൽ മാത്രമേ മനുഷ്യൻ ഇനി ഭൂമിയിൽ നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സൂര്യന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കോറസ് എന്ന് പേരുള്ള ഒരു പേടകം അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സൂര്യനിൽ എത്തിയില്ല. അതിനു മുമ്പേ അത് അപ്രത്യക്ഷമാവാണ് ഉണ്ടായത്. പക്ഷെ എന്താണ് കാരണം എന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. അതിനുശേഷം 16 മാസങ്ങൾക്ക് മുമ്പ് 8 പേരടങ്ങുന്ന ഒരു സംഘത്തിനെ ഇക്കോറസ് 2 എന്ന് പറഞ്ഞ ഒരു പേടകത്തിൽ വീണ്ടും സൂര്യനിലേക്ക് അയച്ചു. വലിയൊരു സ്റ്റെല്ലാർ ബോംബാണ് അവർ ആ പേടകത്തിൽ കൊണ്ടുപോകുന്നത്. പേലോഡ് എന്നാണ് അതിനെ പറയുന്നത്. അവരുടെ ലക്ഷ്യം ആ ബോംബ് സൂര്യന്റെ ഉപരിതലത്തിലിട്ട് പൊട്ടിക്കുക എന്നുള്ളതാണ്. അതായത് സൂര്യനെ വീണ്ടും പുനർജനിപ്പിക്കുക. അങ്ങനെ 8 പേരടങ്ങുന്ന ഇക്കോറസ് 2 എന്ന് പറയുന്ന പേടകം സൂര്യനെ ലക്ഷ്യമാക്കി അതിന്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം പേടകത്തിനകത്തെ ഒബ്സർവേഷൻ റൂമിലിരുന്നിട്ട് സൂര്യനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ സേൾ. സൂര്യനെ വളരെ അടുത്ത് കാണുക എന്ന് പറയുന്നത് അയാളുടെ ഒരു ഇഷ്ട വിനോദമാണ്. ഈ പേടകത്തിനകത്തെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ പേര് ഇക്കോറസ് എന്നാണ്. അയാൾ ഇപ്പൊ അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പേടകത്തിന്റെ എവിടെ ഇരുന്നിട്ട് അതിനോട് സംസാരിച്ചാലും ഇക്കോറസ് അതിന് മറുപടി കൊടുക്കും. മാത്രമല്ല പേടകത്തിന് എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അത് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യും. അവരിപ്പോ സൂര്യന്റെ അടുത്തേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ തീക്ഷ്ണമായ പ്രകാശമായിരിക്കും അങ്ങോട്ട് വരിക. അതുകൊണ്ട് തന്നെ ആ പ്രകാശത്തിനെ തടയാൻ വേണ്ടിയിട്ട് ആ പേടകത്തിൽ ഫിൽറ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫിൽറ്റേഴ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാനാണ് അയാൾ ഇപ്പൊ ഇക്കോറസിനോട് പറയുന്നത്. അങ്ങനെ ഇക്കോറസ് അത് കുറച്ചു കൊടുക്കുമ്പോൾ സൂര്യന്റെ പ്രകാശം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണ തെളിച്ചത്തിന്റെ എത്ര ശതമാനമാണ് എന്ന് അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മളിപ്പോ സൂര്യനിൽ നിന്നും 36 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ശക്തിയുടെ വെറും 2% നമ്മളിപ്പോ കാണുന്നത് എന്നാണ് ഇക്കോറസ് പറയുന്നത്. ആ 2% പോലും മനുഷ്യനെ കൊണ്ട് താങ്ങാൻ സാധിക്കത്തില്ല. എന്നാലും ഈ പ്രകാശം കാണുക എന്നുള്ളത് അയാളുടെ ഭ്രാന്തായതുകൊണ്ട് ആ ഫിൽട്ടർ ഒന്നുകൂടെ കുറച്ചിട്ട് ഒരു 4% ആക്കാൻ പറ്റുമോ എന്നാണ് അയാൾ വീണ്ടും ചോദിക്കുന്നത്. 4% ആക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ കണ്ണിനെ നശിപ്പിക്കും. അതുകൊണ്ട് ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് ഒരു 3.1% ആക്കും എന്നാണ് ഇക്കോറസ് പറയുന്നത്. അങ്ങനെ ആ ഫിൽട്ടർ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള പ്രകാശം അങ്ങോട്ട് വരാൻ തുടങ്ങി. വളരെ കൗതുകത്തോടെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അയാൾ. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. എല്ലാവരും ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആ പേടകത്തിന്റെ ക്യാപ്റ്റനായ കനഡ സംസാരിക്കാൻ തുടങ്ങി. സൗരവാതകത്തിന്റെ അളവൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു അകലത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പൊ മാത്രമേ നാട്ടിലേക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു 24 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ അതും നടക്കത്തില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് എല്ലാവരും. അവരെല്ലാവരും തന്നെ തനിച്ചായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ മെയ് സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ ഭൂമിയിൽ നിന്നും 550 ലക്ഷം മൈൽ ദൂരത്തിലാണ്. നമുക്കിങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവും എന്ന കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ മിഷന് പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ വിഷമിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ് മേസ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. ആർക്കെങ്കിലും ഒക്കെ വീട്ടിലേക്ക് മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ ഉടനെ തന്നെ അയച്ചോളണം എന്ന് പറഞ്ഞിട്ട് കനഡ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ക്യാപ്പ എന്ന് പറയുന്ന ആളാണ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ കമ്പ്യൂട്ടർ റൂമിന്റെ അകത്തേക്ക് കയറുന്നത്. ഒരു വീഡിയോ മെസ്സേജ് ആണ് അയാൾ നാട്ടിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അവന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ മനുഷ്യരാശിയെ രക്ഷിക്കാൻ വന്നതിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഞാൻ ഒരുപാട് ദൂരെയായിരിക്കും. ഞങ്ങൾ വിചാരിച്ചതിലും നേരത്തെ എത്തി. ഈ മെസ്സേജിന് നിങ്ങൾക്ക് ഒരു മറുപടി തരാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിലെത്താൻ 8 മിനിറ്റ് എടുക്കും. അതായത് സൂര്യനിൽ ഞങ്ങൾ ആ പേലോഡ് ഇട്ട് കഴിഞ്ഞാൽ 8 മിനിറ്റ് കഴിഞ്ഞാലേ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ ആകാശത്ത് പ്രകാശം കൂടുതലാണെങ്കിൽ ഞങ്ങൾ ജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു ദിവസത്തിൽ സാധാരണയിൽ കവിഞ്ഞ് വെയിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഞങ്ങൾ വിജയിച്ചു എന്നാണ് അർത്ഥം. ഇത്രയും കാര്യങ്ങളാണ് അവൻ ആ വീഡിയോ മെസ്സേജിൽ പറയുന്നത്. ഇനി കാണിക്കുന്നത് കോറിയയാണ്. ഇവളാണ് ഈ പേടകത്തിൽ ഓക്സിജന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. ഓക്സിജൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേടകത്തിൽ ഒരുപാട് സസ്യങ്ങളെ വളർത്തുന്നുണ്ട്. അതിനെയൊക്കെ പരിപാലിക്കുകയാണ് ഇവളുടെ ജോലി. അവൾ നേരെ പോകുന്നത് ഒബ്സർവേഷൻ റൂമിലേക്കാണ്. ഈ സമയം ക്യാപ്റ്റൻ കനഡ അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ ആ ഓക്സിജന്റെ റിപ്പോർട്ടുകളൊക്കെ വേഗം തന്നെ ക്യാപ്റ്റനെ കാണിക്കുന്നു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. ഓക്സിജൻ നിർമ്മാണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചാലും അതല്പം കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് എടുക്കും തോറും അതിന്റെ അളവ് പെട്ടെന്ന് കുറയും. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. സൂര്യനിൽ എത്തിയതിനു ശേഷം 1/4 ഭാഗം ദൂരം തിരിച്ചു വരാനുള്ള ഓക്സിജൻ ഇപ്പൊ തന്നെ പേടകത്തിലുണ്ട്. അതുകൊണ്ട് ഓക്സിജനെ കുറിച്ച് ഓർത്തിട്ട് നമ്മൾ ഇനി ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെയാണ് അവൾ പറയുന്നത്. പക്ഷെ അതൊന്നും കേട്ടിട്ട് ക്യാപ്റ്റന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. അത് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന്. നിങ്ങൾ ഇപ്പോഴും ആ ഇക്കോറസ് 1നെ കുറിച്ചിട്ടല്ല ആലോചിക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ ക്യാപ്റ്റൻ അതിനൊരു മറുപടി ഒന്നും പറയുന്നില്ല. അത് കാണുമ്പോൾ അവരുടെ മിഷൻ ഫെയിൽ ആയതിന്റെ കാര്യം ഓക്സിജൻ ഇല്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല. സൂര്യന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴായിരിക്കും അവർക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് ക്യാപ്റ്റൻ. ഇതേ സമയം പേടകത്തിന്റെ മറ്റൊരു ഭാഗത്ത് നിന്നിട്ട് ക്യാപ്പയും മെയ്സും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ്. ക്യാപ്പ നാട്ടിലേക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെയ്സിന് മെസ്സേജ് അയക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ആ അടിയുടെ കാരണം. ആ പൊരിഞ്ഞ അടിയൊക്കെ നടക്കുന്ന കാണുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് വന്നിട്ട് വേഗം തന്നെ അവരെ പിടിച്ച് മാറ്റുന്നു. ഈ മെയ്സിന് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു ദേഷ്യം വരുമ്പോൾ തന്നെ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം ഡോക്ടർ സേൾ ഇപ്പോ മെയ്സിനെ അയാളുടെ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനുശേഷം അവന് ചില ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അവൻ ആ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാവരും അവനോട് വളരെ ദേഷ്യത്തിലിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെന്റ് ഒക്കെ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവിടുത്തെ ക്യാമറയിലൂടെ നോക്കി സംസാരിക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല എന്നൊക്കെയാണ് അവൻ ആ ക്യാമറയിലൂടെ പറയുന്നത്. അങ്ങനെ ക്യാമറയിലൂടെ അതൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ നേരെ ക്യാപ്പയുടെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ അവന്റെ അടുത്ത് മെയ്സ് സോറി പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു. മെയ്സ് ഇപ്പോൾ കൂളൻ ടാങ്കിൽ മെയിന്റനൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പേടകത്തിനുള്ളിലേക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് മെയിൻ ഫ്രെയിം വഴിയാണ്. അതെപ്പോഴും കൂളൻ ടാങ്കിൽ മുങ്ങിയിരിക്കണം. ആ മെയിന്റനൻസ് ഒക്കെ നടത്തുന്നതുകൊണ്ട് അവൻ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ സമയം ഇക്കോറസ് അവനോട് സംസാരിക്കാൻ തുടങ്ങി. 14 മിനിറ്റിനുള്ളിൽ തന്നെ ആ മെയിൻ ഫ്രെയിം എടുത്ത് കൂളൻ ടാങ്കിലേക്ക് തിരിച്ചു വെക്കണം എന്നാണ് ഇക്കോറസ് പറയുന്നത്. അങ്ങനെ ആ വർക്കൊക്കെ നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പാനർ നേരെ കൂളൻ ടാങ്കിലേക്ക് വീണു പോകുന്നത്. ഈ കൂളൻ ടാങ്ക് എന്ന് പറയുന്നത് നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ സ്പാനർ എടുക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവന്റെ കൈയൊക്കെ മരവിച്ചു പോകുന്നുണ്ട്. ഈ സമയം കാസി ആണെങ്കിൽ കമ്പ്യൂട്ടർ റൂമിന്റെ അകത്താണ് ഇരിക്കുന്നത്. പെട്ടെന്നാണ് അവൾ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ എല്ലാവരോടും ഒബ്സർവേഷൻ റൂമിലേക്ക് വരാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ ആ കാഴ്ച കാണാൻ കാത്തിരിക്കുകയാണ്. ബുധനെയാണ് അവരിപ്പോ കാണുന്നത്. ബുധൻ ഇപ്പോൾ സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അടുത്ത് നിന്നിട്ട് തന്നെ അവർക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അത്ഭുതത്തോടെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ പിറ്റേ ദിവസമായി ഹാർവി ഇപ്പോൾ സ്പേസിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള ഫ്രീക്വൻസി ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു പ്രത്യേക ശബ്ദം അയാൾ കേൾക്കുന്നത്. അയാൾക്ക് എന്തൊക്കെയോ സംശയം തോന്നാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അയാൾ വേഗം തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോകുന്നു. അതിനുശേഷം അയാൾ സംസാരിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പലതരത്തിലുള്ള ഫ്രീക്വൻസികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് വളരെ പ്രത്യേകതയുള്ള ഒരു ഫ്രീക്വൻസി ഞാൻ കേട്ടത്. നമ്മൾ ബുധന്റെ ഇരുണ്ട പ്രദേശത്തു കൂടെ പോയപ്പോഴാണ് ആ സൗണ്ട് ഞാൻ ശ്രദ്ധിച്ചത് എന്നൊക്കെ അവരോട് പറഞ്ഞതിന് ശേഷം അയാൾ വേഗം ഇക്കോറസിന്റെ അടുത്ത് ആ സൗണ്ട് ഒന്നുകൂടെ കേൾപ്പിക്കാൻ പറയുന്നു. ഇക്കോറസ് ആണെങ്കിൽ ഉടനെ തന്നെ ആ സൗണ്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ളവരാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സൗണ്ട് അവർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇത് ഇക്കോറസ് 1-ൽ നിന്ന് വരുന്ന സൗണ്ട് ആണ് എന്നാണ് ഹാർവി പറയുന്നത്. ഈ ഇക്കോറസ് 1 എന്താണെന്ന് അറിയാമല്ലോ. 7 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം അവർ സൂര്യനിലേക്ക് ഒരു പേടകം അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് ഇക്കോറസ് 1. ഇവരീ പോയിക്കൊണ്ടിരിക്കുന്നത് ഇക്കോറസ് 2 ആണ്. ആ സൗണ്ട് വരുന്നത് ഇക്കോറസ് 1-ൽ നിന്നാണെന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ട്രേ സംസാരിക്കാൻ തുടങ്ങി. ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം അവരിപ്പോ പോയിട്ട് 7 വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിനങ്ങനെ സാധ്യത ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് ഹാർവി പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്? അതിലുള്ള ആൾക്കാർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? കാസിയാണ് അത് ചോദിക്കുന്നത്. ഓക്സിജൻ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെള്ളവും അവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഊർജ്ജമൊക്കെ സൂര്യനിൽ നിന്ന് അവർക്ക് എടുക്കാൻ സാധിക്കും. ഇതുപോലൊക്കെ നടക്കുകയാണെങ്കിൽ അവർ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട് എന്നാണ് കോറി പറയുന്നത്. ഓക്സിജനും വെള്ളവും മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഭക്ഷണം വേണ്ടേ? ആ പേടകത്തിനകത്തുള്ള ഫുഡൊക്കെ എന്നേ തീർന്നിട്ടുണ്ടാവും എന്നാണ് മെയ്സ് പറയുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും? 8 പേർക്ക് 3 വർഷത്തേക്കുള്ള ഭക്ഷണമാണ് ഇക്കോറസ് 1-ൽ ഉണ്ടായിരുന്നത്. അത് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 4 വർഷത്തേക്കും കൂടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ? മാത്രമല്ല ആ പേടകത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് അറിയത്തില്ല. ഒരുപക്ഷെ അവരിപ്പോൾ 8 പേരുണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ആ ഫുഡ് തികയാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് കാനഡ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ എവിടെയാണ് ഉണ്ടായിരിക്കുക? ക്യാപ്പയാണത് ചോദിക്കുന്നത്. അത് കേൾക്കുന്ന കാനഡയാണെങ്കിൽ ഇക്കോറസിനോട് ആ പേടകം ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. ഇക്കോറസ് അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെടുത്തുകൂടെ പോകുമ്പോൾ നമുക്ക് അതിനെ കാണാൻ സാധിക്കുമോ? കാസിയാണ് അത് ചോദിക്കുന്നത്. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരുപക്ഷെ കാണാൻ സാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അതിന്റെ അടുത്തേക്ക് പോട്ടി വരും എന്നാണ് ട്രേ പറയുന്നത്. ഇല്ല, അങ്ങനെയൊന്നും ചെയ്യണ്ട, നമ്മൾ അതിന് മുതിർന്ന ശരിയാവത്തില്ല. നമ്മുടെ ജോലി സൂര്യനകത്ത് ആ ബോംബ് ഇടുക എന്നത് മാത്രമാണ്. നമ്മൾ അത് കറക്റ്റ് സമയത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സൂര്യൻ നശിച്ചു പോകത്തേ ഉള്ളൂ. സൂര്യൻ നശിക്കുകയാണെങ്കിൽ നമ്മളും അതോടൊപ്പം തന്നെ ഭൂമിയിലെ സകല ജീവജാലങ്ങളും നശിക്കും. അതുകൊണ്ട് ആ ജോലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്നൊക്കെയാണ് മെയ്സ് പറയുന്നത്. ഈ സമയത്താണ് ഡോക്ടർ സേൾ ഒരു കാര്യം പറയുന്നത്. ഇനി ഇക്കോറസ് 1-ലെ ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ മണ്ടത്തരമായി പോകും. നമ്മുടെ ഇപ്പോഴത്തെ ഈ മിഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ ജീവൻ അതിന്റെ മുന്നിൽ ഒന്നുമല്ല. പക്ഷെ ഇക്കോറസ് 1 എന്ന പേടകത്തിനകത്തെ ഒരു സാധനം നമുക്ക് ഉപയോഗപ്പെട്ടേക്കാം. സൂര്യനിൽ ഇടാനുള്ള പേലോഡ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊരൊറ്റ ഒരെണ്ണമേ ഉള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും ആ പേലോഡ് ഇടാൻ പോകുന്നത്. പക്ഷെ അത് വെറും മനുഷ്യരുടെ കാൽക്കുലേഷൻ മാത്രമാണ്. സൂര്യന്റെ മുന്നിൽ നമ്മൾ മനുഷ്യരാരും ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അത് സൂര്യനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ 2 പേലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് 2 ചാൻസ് ആണ് ഉണ്ടാവുക. അങ്ങനെ രണ്ടാമതൊരു പേലോഡും കൂടെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇക്കോറസ് 1-ലേക്ക് പോവുക തന്നെ വേണം എന്നാണ് സെൽ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ കാനഡ സംസാരിക്കാൻ തുടങ്ങി. ക്യാപ്പയ്ക്കാണല്ലോ പേലോഡിന്റെ മുഴുവൻ കാര്യങ്ങൾ അറിയാവുന്നത്. അതുകൊണ്ട് ഇതിനൊരു മറുപടി ക്യാപ്പ തന്നെ പറയട്ടെ എന്നാണ് കാനഡ പറയുന്നത്. ഈ സമയം ക്യാപ്പയാണെങ്കിൽ ഇക്കോറസിന്റെ അടുത്ത് ആ ബോംബ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറയുന്നു. ഈ സമയം ഇക്കോറസ് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. പേലോഡ് ഇടാനുള്ള സ്ഥലം എത്തുമ്പോൾ പേലോഡ് 2ആയിട്ട് വേർപിരിയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റെല്ലാർ ബോംബ് ഓൺ ആവും. അങ്ങനെ അത് ഓൺ ആയി കഴിഞ്ഞാൽ യാത്രികരെല്ലാവരും 4 മിനിറ്റിനകത്ത് തിരിച്ചു പോകണം. വേർപെട്ട് 4 മിനിറ്റുകൾ കൂടെ കഴിഞ്ഞാൽ ബോംബിലെ ബൂസ്റ്ററുകൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ സമയം സൂര്യന്റെ ചൂടെന്ന് പറയുന്നത് 37,000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഒരു പ്രൊജക്ഷന്റെ സാധ്യത എന്ന് പറയുന്നത് 45% മാത്രമാണ്. മാത്രമല്ല പേലോഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലതും ഉണ്ട്. അതുകൊണ്ട് സ്ഫോടനത്തിന്റെ
കൃത്യത നമുക്ക് പ്രവചിക്കാൻ സാധിക്കത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇക്കോറസ് പറയുന്നത്. അങ്ങനെ ആ ഒരു വിശദീകരണം കഴിഞ്ഞിട്ട് ക്യാപ്പ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. സൂര്യന്റെ ആകർഷണവും ബൂസ്റ്ററിന്റെ ശക്തിയും പേലോഡിന്റെ വേഗത്തെ വളരെ കൂടുതലാക്കും. അതായത് സ്ഥലകാലങ്ങൾ തമ്മിൽ ചേരുന്ന അവസ്ഥ. എല്ലാം പിച്ച് ചീന്തപ്പെടും. ഒന്നിന്റെ അളവ് പ്രവചിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ക്യാപ്പ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ കറക്റ്റ് ആയിട്ട് ഒരു തീരുമാനം പറ, കനഡ പറയുന്നു. അങ്ങനെ ഉറച്ച തീരുമാനമൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊരു ടോസ് ഇടുന്ന പോലെയാണ്, എന്തും സംഭവിക്കാം എന്നാണ് ക്യാപ്പ് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള ഈ ബോംബിന് വേണ്ടിയിട്ട് ഭൂമിയിലുള്ള മുഴുവനാണ് സ്ഫോടന വസ്തുക്കളും നമ്മൾ കുഴിച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഇതുപോലൊരു ബോംബ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ കയ്യിലുള്ള ഈ ബോംബാണ് നമ്മുടെ അവസാനത്തെ അവസരവും അതുപോലെ പ്രതീക്ഷയും. അതുകൊണ്ട് സേൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. രണ്ടാമതൊരു ചാൻസും കൂടെ ഉള്ളത് നമുക്ക് എപ്പോഴും നല്ലതാണ് എന്നൊക്കെയാണ് ക്യാപ്പ പറയുന്നത്. ക്യാപ്പയും കൂടെ അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ കനഡയാണെങ്കിൽ ഇക്കോറസ് 1 പോകാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ഇക്കോറസ് 2 ബുധന്റെ ഭ്രമണപഥം വിട്ടിട്ട് സൂര്യന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം സേൾ ആണെങ്കിൽ തന്റെ പതിവ് വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അയാൾ ഇപ്പോഴും സൂര്യന്റെ ആ പ്രകാശം വളരെ തീക്ഷ്ണമായിട്ടുള്ള രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം ക്യാപ്പയാണെങ്കിൽ പെട്ടെന്നൊരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കാണ്. അവനിങ്ങനെ സൂര്യന്റെ ഉപരിതലത്തിലേക്ക് വീണു പോകുന്നതായിട്ടാണ് അവനിപ്പോൾ സ്വപ്നം കണ്ടത്. അങ്ങനെ അവൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അവന്റെ അടുത്തായിട്ട് ക്യാസി ഇരിക്കുന്നുണ്ട്. അവൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി. നീ കണ്ട സ്വപ്നം എന്താണെന്ന് എനിക്കറിയാം. എപ്പോ ഉറങ്ങാൻ കിടന്നാലും ഞാനും അതൊക്കെ തന്നെയാണ് കാണാറ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. എന്നാ പിന്നെ നിനക്ക് ഡോക്ടർ സേളിന്റെ അടുത്തൊന്ന് പോയി പറയായിരുന്നില്ലേ? ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അത് കേൾക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, എന്തായാലും നോക്കട്ടെ എന്നാണ് അവൾ മറുപടി പറയുന്നത്. അങ്ങനെ അവരവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ അലാറം അടിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ ക്യാസിയും ക്യാപ്പയും കൂടെ വേഗം തന്നെ എഴുന്നേറ്റ് കൺട്രോൾ റൂമിലേക്ക് ഓടുന്നു. ഈ സമയമാകുമ്പോഴേക്കും ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ ട്രേ ആണെങ്കിൽ ആകെ പേടിച്ച് വരണ്ടിരിക്കുകയാണ്. അയാൾ അങ്ങനെ ഓരോരോ പിച്ചും പേയൊക്കെ പറയുന്നുണ്ട്. എല്ലാം എന്റെ തെറ്റാണ് എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താ ഇവിടെ സംഭവിച്ചത്? ക്യാപ്റ്റൻ ചോദിക്കുന്നു. നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് മാനുവലായിട്ട് ഇക്കോറസ് ഓടിക്കേണ്ടി വന്നു. എല്ലാം പരിശോധിച്ചിട്ട് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ മാനുവലായിട്ട് ഓടിക്കാൻ തുടങ്ങിയത്. ഞാൻ പോയിക്കൊണ്ടിരുന്ന ഡയറക്ഷൻ ഒക്കെ ശരിയായിരുന്നു. പക്ഷെ നമ്മൾ സൂര്യനിലോട്ട് ചെല്ലേണ്ട ആ കോണളവ് 1.1 ഡിഗ്രി മാറി എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ ഷീൽഡ് അതിനനുസരിച്ച് മാറ്റാൻ ശ്രമിച്ചില്ല, അതാണ് ഇങ്ങനെ പറ്റിപ്പോയത് എന്നാണ് ക്യാപ്പ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ എന്ത് മണ്ടത്തരമാണ് ട്രേ കാണിച്ചത്? ഹാർവിയാണ് അത് ചോദിക്കുന്നത്. പറ്റിപ്പോയി. സ്പീഡും ഇന്ധന ചെലവും എല്ലാം എന്റെ തലയിലേക്ക് വന്നപ്പോ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കും തെറ്റുപറ്റാം എന്നൊക്കെ അയാൾ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ക്യാപ്റ്റൻ ആണെങ്കിൽ ട്രേയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ഇപ്പോഴും ജീവനോടെയുണ്ട്. പേടകം കത്തിപ്പോയിട്ടൊന്നുമില്ലല്ലോ. മാത്രമല്ല ഇവിടുത്തെ ചൂടൊന്നും കൂടിയിട്ടുമില്ല. പേടകത്തിന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. നീ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ അവനെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ മെയ്സ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. പ്രശ്നം ഉണ്ടായ ഉടനെ തന്നെ ഇക്കോറസ് പേടകത്തിന്റെ ഷീൽഡ് ശരിയാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ സമയത്താണ് അതിന്റെ സെൻസറുകളെല്ലാം കത്തിപ്പോയത്. അതുകൊണ്ട് തന്നെ ഷീൽഡിന് എന്താണ് പറ്റിയതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോയിട്ട് നോക്കേണ്ടി വരും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് സ്യൂട്ട് ഇട്ടിട്ട് വരാം എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ ശരിയാവും? ഇത് രണ്ടുപേര് ചെയ്യേണ്ട ജോലിയല്ലേ? ഹാർവി ചോദിക്കുന്നു. അതേക്കുമ്പോൾ നീ എന്തായാലും വരണ്ട, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ക്യാപ്റ്റന്റെ സ്ഥാനത്ത് നീയാണ് അയാൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ക്യാപ്പ നിങ്ങളുടെ കൂടെ വരട്ടെ, ഇവിടെ ഇരുന്നിട്ട് ഞാൻ അവന് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം എന്നാണ് മെയ്സ് പറയുന്നത്. അവൻ അങ്ങനെ പറയുമ്പോൾ ക്യാപ്പയ്ക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. കാരണം ക്യാപ്പയെ സംബന്ധിച്ചിട്ട് അവന് മെയ്സിനെ ഭയങ്കര പേടിയാണ്. അന്ന് അടിയുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇനിയും അവൻ എനിക്കിട്ട് പണി തരുമോ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ട്. എങ്കിലും മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൻ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ക്യാപ്പയും കനഡയും വേഗം തന്നെ സ്യൂട്ടൊക്കെ എടുത്തിടാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം അവർ സർവീസ് ചെയ്യേണ്ട ആ ഉപകരണങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അവർ വേഗം തന്നെ ആ ഷീൽഡിന്റെ മുകളിലേക്ക് പോകാൻ തുടങ്ങി. ക്യാസിയാണ് കനഡയ്ക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. മെയ്സ് ആണ് ക്യാപ്പയുടെ വളണ്ടിയർ. അവർ രണ്ടുപേരും ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ മുന്നിലിരിക്കുകയാണ്. ഇനി ഈ ഷീൽഡിനെ കുറിച്ച് പറയാം. അത് സൂര്യന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ മനുഷ്യർക്ക് അങ്ങോട്ട് ചെല്ലാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് ചൂടായിരിക്കും. അതുകൊണ്ട് ആ ഷീൽഡ് ചെറുതായിട്ടൊന്ന് ചെരിക്കണം, എങ്കിൽ മാത്രമേ മനുഷ്യർക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായ ഭാഗത്ത് സൂര്യന്റെ വെളിച്ചം വരത്തില്ല. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് അവർക്ക് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ആ കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്യാപ്പയും കനഡയും കൂടെ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും നേരെ സ്പേസിലേക്ക് ഇറങ്ങുകയാണ്. ഈ സമയം ഇക്കോറസ് ആണെങ്കിൽ അതിന്റെ ഷീൽഡൊക്കെ ചെരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷീൽഡിന്റെ കേട് വന്ന ഭാഗം മൊത്തം ഇരുട്ടാവുകയാണ്. പെട്ടെന്നാണ് അവർക്ക് മറ്റൊരു പ്രശ്നം സംഭവിക്കുന്നത്. ഷീൽഡ് ചെരിക്കുമ്പോൾ ചൂടിന് നല്ല രീതിയിൽ വ്യതിയാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേടകത്തിന് ഉൾവശം മൊത്തം കുലുങ്ങാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടവർ ഉണ്ട്, അത് പെട്ടെന്ന് കത്തിപ്പോവാണ്. ഈ സമയം ക്യാപ്പയും കനഡയും ആണെങ്കിൽ ആ കേട് വന്ന പാനലുകളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരവിടേക്ക് ചെക്ക് ചെയ്യുമ്പോൾ 4 പാനലുകൾ കേടുവന്നതായിട്ടാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. അവരത് ഓരോന്നും ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇരിക്കുകയാണ്. പെട്ടെന്നാണ് മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ടവർ കൂടെ കത്തിപ്പോകുന്നത്. അതോടൊപ്പം തന്നെ പേടകത്തിനകത്തെ ഓക്സിജൻ റൂം മൊത്തത്തിൽ തീപിടിച്ച് കത്തിപ്പോവാണ്. ഈ സമയം പേടകത്തിനകത്തെ ഓക്സിജന്റെ അളവൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള അനൗൺസ്മെന്റ് ഒക്കെ വരാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ കാസി പുറത്തുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങി. ഇക്കോറസ് ഷീൽഡ് പഴയതുപോലെ ആക്കാൻ പോവാണ്, അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ അകത്തേക്ക് തിരിച്ചു വരണം എന്നൊക്കെയാണ് കാസി വിളിച്ച് പറയുന്നത്. പക്ഷെ അവർ ഇതുവരെയായിട്ടും പാനൽ ശരിയാക്കിയിട്ടില്ല. അത് ശരിയാക്കാതെ പോവാണെന്നുണ്ടെങ്കിൽ പേടകം കത്തിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ നോക്ക് എന്നാണ് കനഡ ക്യാപ്പയോട് പറയുന്നത്. അവരെല്ലാവരും കനഡയെ തിരിച്ചു വരാൻ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ പേടകത്തിന്റെ അവസ്ഥ അറിയുന്നതുകൊണ്ടും അയാൾ ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ടും അയാൾ ആ പാനൽ ശരിയാക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. ഈ സമയം ആ പേടകത്തിന്റെ ഷീൽഡിന്റെ ചെരുവൊക്കെ നിവരാൻ തുടങ്ങി. സൂര്യപ്രകാശമാണെങ്കിൽ പതിയെ പതിയെ അതിന് മുകളിലേക്ക് വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ക്യാപ്പ് വേഗം തന്നെ തിരിച്ചു പോകാൻ തുടങ്ങി. ഈ സമയം കനഡയാണെങ്കിൽ അവസാനത്തെ പാനലും ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് റെഡിയാക്കി കഴിയുമ്പോഴേക്കും ആ ഷീൽഡ് പൂർണ്ണമായിട്ടും സൂര്യന്റെ അഭിമുഖമായിട്ട് തന്നെ വരുന്നു. അതോടൊപ്പം തന്നെ ആ ശക്തമായ സൂര്യപ്രകാശത്തിൽപ്പെട്ട് കനഡ കത്തിപ്പോവാണ്. അങ്ങനെ അവരുടെ ക്യാപ്റ്റൻ മരിച്ചു. ഓക്സിജൻ ഗാർഡൻ ആണെങ്കിൽ പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. എല്ലാം തന്റെ തെറ്റാണെന്നുള്ള വിഷമത്തിൽ ട്രേ ആണെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അയാൾ മരിക്കുന്നതിന് മുമ്പേ അവർ അയാളെ രക്ഷിച്ചിട്ടുണ്ട്. കനഡ മരിച്ചത് കാരണം ഹാർവിയാണ് ഇപ്പൊ ക്യാപ്റ്റനായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അയാൾ ഇപ്പൊ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ ഗാർഡൻ മൊത്തം കത്തിപ്പോയതിനാൽ തിരിച്ച് ഭൂമിയിലേക്ക് പോകാനുള്ളത് പോയിട്ട് പേലോഡ് ഇടേണ്ട സ്ഥലത്ത് എത്തിക്കാനുള്ള ഓക്സിജൻ പോലും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഇക്കോറസ് 1 പോകണം എന്നൊക്കെയാണ് ഹാർവി പറയുന്നത്. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം കാസിയും കോറിയും മെയ്സും കൂടെ മറ്റൊരു ചെറിയ മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. കോറിയാണ് അവരോട് സംസാരിക്കുന്നത്. നമുക്ക് ഡെലിവറി പോയിന്റിൽ എത്താനുള്ള ഓക്സിജൻ ഇതിനകത്തില്ല എന്നല്ലേ ഹാർവി പറഞ്ഞത്? അയാൾ പറഞ്ഞത് തെറ്റാണ്. നമുക്ക് ആ ഓക്സിജൻ ഒപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിന് ഈ പേടകത്തിനകത്തുള്ള 2 പേർ കൂടെ മരിക്കണം. അങ്ങനെ വരുമ്പോൾ ബാക്കിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കാണ് മെയ്സും കാസിയും. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ക്യാപ്പ ഇപ്പോ ആ പേലോട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാളാണത്. അവിടേക്ക് ചെന്നിട്ട് അവൻ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് കാസി അങ്ങോട്ട് വരുന്നത്. അവളെ കാണുമ്പോൾ ക്യാപ്പ സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഇക്കോറസ് 1 വീണ്ടെടുക്കണം. ഇനി നമ്മുടെ മുന്നിലെ പ്രതീക്ഷ അത് മാത്രമാണ് എന്നൊക്കെയാണ് ക്യാപ്പ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല, നമ്മളെല്ലാവരും ഇവിടെ കിടന്ന് ചാവാൻ പോവാണ് എന്നാണ് കാസി പറയുന്നത്. അത് കേൾക്കുന്ന ക്യാപ്പയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയം അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. മരിക്കാൻ നിനക്ക് പേടിയുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ക്യാപ്പ ആ ബോംബിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സ്റ്റെല്ലാർ ബോംബ് ഉത്തേജിക്കപ്പെടുമ്പോൾ ആദ്യം കാര്യമായിട്ടൊന്നും സംഭവിക്കത്തില്ല, പിന്നീട് ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവും. അതിനുശേഷം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അത് സ്പേസിൽ നിശ്ചലമായി പോകും. അതിനുശേഷം അത് 2 പിളരും, പിന്നെ അത് 2 പിളരും. അങ്ങനെ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്രയും വലിയൊരു സ്ഫോടനം നടക്കും. വളരെ ചെറിയ തോതിൽ ഒരു വലിയ പൊട്ടിത്തെറി. അതിനുശേഷം മരിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരമായി പുതിയൊരു സൂര്യൻ ഉണ്ടാവും. ഇതൊക്കെ നേരിൽ കാണുക എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. പിന്നെ എന്തിനാണ് ഞാൻ മരണത്തെ പേടിക്കുന്നത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു. ക്യാപ്പയും സേളും കൂടെ ഇപ്പോഴാ ഒബ്സർവേഷൻ റൂമിൽ നിൽക്കുകയാണ്. ഇക്കോറസ് 1 നിന്നുള്ള തരംഗങ്ങളൊക്കെ അവരുടെ പേടകത്തിന്റെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കോറസ് 2 ഇക്കോറസ് 1 സമീപത്ത് എത്തുന്നത് അവർക്ക് 2 പേർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അവർ നോക്കുമ്പോൾ ഇക്കോറസ് 2 ഇപ്പോ ഇക്കോറസ് 1 തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അവർക്ക് ഉടനെ തന്നെ അതിന്റെ അകത്തേക്ക് പോകണം. ക്യാപ്പയും ഹാർവിയും മെയ്സും സേളുമാണ് ഇക്കോറസ് 1 അകത്തേക്ക് പോകുന്നത്. അവർ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ സ്യൂട്ടൊക്കെ എടുത്തിട്ടോണ്ടിരിക്കുകയാണ്. കാസി ആണെങ്കിൽ ഇക്കോറസ് 2 അതിന്റെ പേലോഡിൽ നിന്ന് വേർപെടുത്തിയിട്ട് ഇക്കോറസ് 1 അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇക്കോറസ് 1 അകത്തേക്ക് കയറുന്നു. അതിനകത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ മൊത്തം പൊടിയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അവിടെ നല്ല ഇരുട്ടുമാണ്. അതുകൊണ്ട് ടോർച്ച് അടിച്ചിട്ടാണ് അവരിപ്പോ നടക്കുന്നത്. ഈ സമയം സേൾ സംസാരിക്കാൻ തുടങ്ങി. അവിടെയുള്ള പൊടിപടലങ്ങൾ മൊത്തത്തിൽ മനുഷ്യരുടെ തൊലിയാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ എല്ലാവരും തന്നെ അതിനകത്ത് മൊത്തം പരിശോധിച്ചുകൊണ്ട് നടക്കുകയാണ്. പല വഴിക്കാണ് അവരിപ്പോ പിരിഞ്ഞു നടക്കുന്നത്. ഹാർവി നോക്കുമ്പോൾ അതിനകത്തെ ഓക്സിജൻ ഗാർഡന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. 7 വർഷമായതുകൊണ്ട് തന്നെ അതിനകത്തെ ചെടികളൊക്കെ ശരിക്കും തഴച്ചു വളർന്നിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ അയാൾ വേഗം തന്നെ ആ ഗാർഡന്റെ അകത്തേക്ക് ഇറങ്ങാണ്. ഈ സമയം സേളാണെങ്കിൽ അവിടുത്തെ വെള്ളമൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് ഒരു കുറവുമില്ല എന്നാണ് അയാൾ പറയുന്നത്. മാത്രമല്ല ഭക്ഷണവും ഉണ്ട്. ഈ സമയം മെയ്സ് ആണെങ്കിൽ അവിടുത്തെ കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ അതിലൊരു റെക്കോർഡിംഗ് കാണുന്നുണ്ട്. ഒരാളാണ് അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പേര് പിൻബാക്കർ എന്നാണ്. ഞാനായിരുന്നു ഇക്കോറസ് 1 കമാൻഡർ. ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം ഉപേക്ഷിച്ചു. നമ്മുടെ സൂര്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശാസ്ത്രവും നമ്മുടെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം വെറും പൊട്ടത്തരങ്ങൾ മാത്രമാണ്. ഇതിന്റെ മുന്നിൽ നമ്മളെല്ലാവരും വെറും പൊടിപടലങ്ങൾ മാത്രമാണ്. ദൈവത്തിനെ വെല്ലുവിളിക്കാൻ നമ്മൾ ആരുമല്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ റെക്കോർഡിംഗിൽ അയാൾ പറയുന്നത്. ഇതെല്ലാം ബാക്കിയുള്ളവരും കേൾക്കുന്നുണ്ട്. അതെന്താണ് സംഭവം എന്ന് അവർ ചോദിക്കുമ്പോൾ 6 വർഷം മുന്നേ ഉള്ള ഒരു റെക്കോർഡിംഗ് ആണ് എന്നാണ് മെയ്സ് മറുപടി പറയുന്നത്. ഈ സമയം ക്യാപ്പയാണെങ്കിൽ അവിടുത്തെ പേലോഡൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്ന കാര്യം ക്യാപ്പയ്ക്ക് മനസ്സിലായി. ഉടനെ തന്നെ അവൻ ആ കാര്യം ബാക്കിയുള്ളവരോട് പറയുന്നു. ഇതേ സമയം തന്നെ മെയ്സ് ആണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ കൂളന്റ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നോക്കിയതിന് ശേഷം അവൻ സംസാരിക്കാൻ തുടങ്ങി. പേലോഡ് ശരിയാണെങ്കിലും നമുക്കത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കത്തില്ല. ഇവിടെ
ഇവിടുത്തെ കൂളന്റിന്റെ പ്രവർത്തനം മൊത്തം തകരാറിലാണ്. മാത്രമല്ല മെയിൻ ഫ്രെയിം മൊത്തത്തിൽ കേടായിട്ടുമുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് വന്നത് വളരെ മണ്ടത്തരമായി പോയി എന്നും കൂടെ മെയ്സ് പറയുന്നുണ്ട്. ഈ സമയം ഡോക്ടർ സേൾ ആണെങ്കിൽ നേരെ അതിന്റെ ഒബ്സർവേഷൻ റൂമിന്റെ അകത്തേക്കാണ് ചെല്ലുന്നത്. അവിടുത്തെ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതിനകത്തുണ്ടായിരുന്ന യാത്രികർ മൊത്തം കത്തിപ്പോയിരിക്കുന്നതായിട്ടാണ് അയാൾ കാണുന്നത്. അയാൾ വേഗം തന്നെ ബാക്കിയുള്ള എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഇക്കോറസ് 2 ജോയിൻ ചെയ്തിരിക്കുന്ന ആ എയർലോക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. അതോടൊപ്പം തന്നെ ഇക്കോറസ് 2 ഇക്കോറസ് 1ൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ക്യാസി ആണെങ്കിൽ എല്ലാവരോടും പെട്ടെന്ന് തിരിച്ചു വരാൻ പറയുന്നുണ്ട്. അവൾ ആ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെയ്സ് ഇപ്പോ ഇക്കോറസ് 1ന്റെ എയർലോക്കിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് അവൻ ചോദിക്കുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന്, എങ്കിൽ ഇതൊന്ന് പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നൊന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നൊക്കെയാണ് ക്യാസി പറയുന്നത്. പക്ഷെ അവൾ എത്ര ശ്രമിച്ചിട്ടും അത് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. മാത്രമല്ല അതിലെ വലിയ രീതിയിൽ അന്തരീക്ഷ മർദ്ദം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനകത്ത് പെട്ട അവസ്ഥയിലാണ്. ഈ സമയം മെയ്സ് ആണെങ്കിൽ അവിടെ ഇനി സ്യൂട്ട് വല്ലത് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ നോക്കുമ്പോൾ ഒറ്റ സ്യൂട്ട് മാത്രമേ അവിടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവൻ വേഗം അത് എടുത്തിട്ട് ക്യാപ്പയ്ക്കാണ് ഇട്ടു കൊടുക്കുന്നത്. ഈ സമയത്താണ് ഓക്സിജൻ ഗാർഡനിലായിരുന്ന ഹാർവി അങ്ങോട്ട് ഓടി വരുന്നത്. എന്താണ് സംഭവിച്ചത് എന്നാണ് അയാൾ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എയർലോക്ക് മൊത്തത്തിൽ പൊട്ടിപ്പോയി. ഇവിടെയാണെങ്കിൽ ആകെ ഒരൊറ്റ സ്യൂട്ടേ ബാക്കിയുള്ളൂ. അത് ഞാൻ ക്യാപ്പയ്ക്ക് കൊടുക്കാൻ പോവാണ് എന്നൊക്കെയാണ് മെയ്സ് പറയുന്നത്. ഈ സമയം ഹാർവി പുറത്തേക്ക് നോക്കുമ്പോൾ എയർലോക്ക് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നതാണ് കാണുന്നത്. അവർക്കിനി എന്തായാലും അവരുടെ പേടകത്തിലേക്ക് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അയാൾ മെയ്സിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് നീ ക്യാപ്പയെ സെലക്ട് ചെയ്തത്? ഞാനല്ലേ നിങ്ങളുടെ ഷിപ്പിന്റെ ക്യാപ്റ്റൻ, അതുകൊണ്ട് എനിക്കല്ലേ ഈ സ്യൂട്ട് തരേണ്ടത് എന്നാണ് ഹാർവി ചോദിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഞാൻ അതൊക്കെ മറക്കുകയാണ്. കാരണം വെറുതെ വിവരങ്ങൾ കൈമാറുന്ന ജോലി മാത്രമേ ക്യാപ്റ്റൻ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് ആർക്കും ഇനി ഒരു വിവരങ്ങളും പരസ്പരം കൈമാറാനുമില്ല. ആ പേലോഡ് പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് ക്യാപ്പയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ക്യാപ്പ ജീവനോടെ ഇരുന്നാലേ മനുഷ്യരാശിയെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതൊക്കെ കേട്ടിട്ട് ഹാർവി ആണെങ്കിൽ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഉടനെ തന്നെ ആ സ്യൂട്ട് ഊരി എനിക്ക് താ എന്നാണ് അയാൾ ക്യാപ്പയോട് പറയുന്നത്. പക്ഷെ ക്യാപ്പയാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അത് കാണുമ്പോൾ ആ സ്യൂട്ട് ഇങ്ങ് തന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോയിട്ട് നിങ്ങൾക്കുള്ള സ്യൂട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വരാം എന്നൊക്കെയാണ് ഹാർവി പറയുന്നത്. ഈ സമയം അതൊന്നും നടക്കാൻ പോകുന്നില്ല. എയർലോക്ക് പൂർണ്ണമായിട്ടും പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇവിടുത്തെ ലോക്കെങ്ങാനും തുറക്കുകയാണെങ്കിൽ പ്രഷർ നമുക്ക് പഴയതുപോലെ ആക്കാനും സാധിക്കത്തില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയ്സ് പറയുന്നത്. അവൻ ആ കാര്യം പറഞ്ഞു തീരുമ്പോഴാണ് പെട്ടെന്ന് അവനൊരു ആശയം മനസ്സിലേക്ക് വരുന്നത്. ആ കാര്യങ്ങളൊക്കെ അവൻ അവരോട് പറയാൻ തുടങ്ങി. ഇവിടുത്തെ ലോക്ക് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള അന്തരീക്ഷ മർദ്ദം ക്യാപ്പയെ പുറത്തേക്ക് തെറിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്യാപ്പയെ ചേർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ നമുക്കും പുറത്തേക്ക് തെറിച്ചു പോകാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. ഇതാണ് അവൻ പറയുന്ന ആശയം. അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കോറി സംസാരിക്കാൻ തുടങ്ങി. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഈ പറഞ്ഞ പ്രവൃത്തി ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ സ്പേസിലൂടെയാണ് വരുന്നത്. പുറത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -273°C ആണ്. സ്യൂട്ട് ഇല്ലാതെ അത് നിങ്ങളുടെ ശരീരം താങ്ങത്തില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. പക്ഷെ മെയ്സ് അതൊന്നും വകവെക്കുന്നില്ല. അവൻ ആ പേടകത്തിനകത്തുള്ള മുഴുവൻ സിൽവർ ലേയേഴ്സും പറിച്ചെടുത്ത് ദേഹത്ത് ചുറ്റുന്നു. ഇത് കാണുന്ന ഹാർവി ആണെങ്കിലും വേഗം അതുപോലെ തന്നെ ചെയ്യുന്നു. അവരങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ സേൽ സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. കമ്പ്യൂട്ടർ ഒന്നും വർക്ക് ആവാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എയർലോക്ക് തുറക്കാൻ സാധിക്കത്തില്ല. അതൊരാൾ ഇതിനകത്ത് നിന്ന് തുറന്നു കൊടുക്കാൻ തന്നെ വേണം. ആ കാര്യം ഞാൻ ചെയ്തോളാം, നിങ്ങൾ ഇക്കോറസ് 1ലേക്ക് പോയിക്കോ എന്നാണ് സേൽ പറയുന്നത്. അവരതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്യാപ്പയെ നടുവിൽ നിർത്തിയിട്ട് മെയ്സും ഹാർവിയും അവന്റെ 2 കൈകളിലായിട്ട് പിടിക്കുന്നു. അതിനുശേഷം വേഗം തന്നെ ആ വാതിലിന്റെ അടുത്തേക്ക് നിൽക്കുന്നു. ഈ സമയം ക്യാസി ആണെങ്കിൽ ആ പേടകം മാക്സിമം അടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ സേൾ അതിന്റെ വാതിൽ തുറക്കുന്നു. ഈ സമയം ക്യാപ്പയും കൂട്ടരും തെറിച്ച് ഇക്കോറസ് 2ന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നാണ് ഹാർവിക്ക് ഒരു കാര്യം സംഭവിക്കുന്നത്. ആ ചാട്ടത്തിൽ അവന്റെ ഡയറക്ഷൻ മാറിയിട്ട് അവൻ വേറൊരു ഭാഗത്തേക്ക് തെറിച്ചു പോവാണ്. ഇതേ സമയം ക്യാപ്പയാണെങ്കിൽ എയർലോക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ മെയ്സിനെ പിടിച്ചിട്ട് വേഗം തന്നെ ഇക്കോറസ് 2ന്റെ എയർലോക്കിന്റെ അകത്തേക്ക് ഇടുന്നു. അങ്ങനെ കഷ്ടിച്ച് അവൻ രക്ഷപ്പെട്ടു. പക്ഷെ പുറത്തേക്ക് തെറിച്ചുപോയ ഹാർവി ആണെങ്കിൽ തണുത്ത ഐസായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ടവർ അങ്ങോട്ട് കറങ്ങി വരുന്നത്. അത് അയാളുടെ ദേഹത്ത് തട്ടുമ്പോൾ അയാളുടെ ഒരു ഭാഗം മൊത്തം പൊടിഞ്ഞു പോകുന്നു. ബാക്കിയുള്ള ഭാഗമാണെങ്കിൽ നേരെ സൂര്യപ്രകാശത്തിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതോടൊപ്പം തന്നെ അത് പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്നു. ഇതേ സമയം തന്നെ ക്യാസിയും കോറിയും കൂടെ മെയ്സിന് ആ മെഡിക്കൽ കെയർ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവന്റെ കൈയിന്റെ ഒരു ഭാഗം മൊത്തം മരവിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ ശരിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. അങ്ങനെ ക്യാസി വേഗം തന്നെ ആ പേടകത്തെ തിരിച്ചിട്ട് ഇക്കോറസ് 2ന്റെ പേലോഡുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതിനുശേഷം ഇക്കോറസ് 1 വിട്ടിട്ട് അവർ വേഗം തന്നെ സൂര്യനിലേക്കുള്ള യാത്ര തുടരുന്നു. ഇതേ സമയം തന്നെ ഡോക്ടർ സേൾ ആണെങ്കിൽ ഇക്കോറസ് 2ന്റെ അകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അയാൾ നേരെ ചെല്ലുന്നത് അയാളുടെ ആ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ്, അതായത് ആ ഒബ്സർവേഷൻ റൂമിലേക്ക്. അങ്ങനെ അവൻ അവിടെ ഇരുന്നതിന് ശേഷം അവിടുത്തെ ആ ഫിൽട്ടർ മൊത്തം താഴ്ത്തുന്നു. അവൻ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ചത് സൂര്യന്റെ മൊത്തത്തിലുള്ള പ്രകാശമാണ്. ഈ ഒരു അവസരത്തിൽ അവൻ അത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ശക്തമായ ആ സൂര്യപ്രകാശത്തിൽ ഡോക്ടർ സേൽ പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഇക്കോറസ് 2ന്റെ അകത്ത് ഇപ്പോൾ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ്സ് ആണ് സംസാരിക്കുന്നത്. ഞാൻ നമ്മുടെ പേടകത്തിന്റെ ആക്ടിവിറ്റി ഫയൽസ് ഒക്കെ 2 തവണ പരിശോധിച്ചു. 3ാമത്തെ തവണ കോറിയും പരിശോധിച്ചു. എന്നിട്ട്
എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതിനകത്തുള്ള ഫയലുകളൊന്നും തന്നെ ഇക്കോറസ് അല്ല നശിപ്പിച്ചിരിക്കുന്നത്. എയർലോക്കിന് ഒരു കുഴപ്പമില്ലായിരുന്നു, എന്നിട്ടും അത് പൊട്ടിത്തെറിച്ചു. ഇതിന്റെ ഒക്കെ അർത്ഥം മറ്റാരോ ആണ് ഇതൊക്കെ ചെയ്തതെന്നാണ്. മെയ്സ് അത് പറയുമ്പോൾ കോറി സംസാരിക്കാൻ തുടങ്ങി. ഞാനും ക്യാസിയും നമ്മുടെ കൺട്രോൾ റൂമിന്റെ അകത്തായിരുന്നു. ഞങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങളാണെങ്കിൽ ഇക്കോറസ് 1ന്റെ അകത്തായിരുന്നു. ഹാർവി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പേടകത്തിനകത്ത് നിന്നാണ് ആരോ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ നമ്മളെ കൂടാതെ ഒരാൾ കൂടെ ബാക്കിയുണ്ടല്ലോ, ട്രേ, അവനായിരിക്കാം ഒരുപക്ഷെ ഇതൊക്കെ ചെയ്തത് എന്നാണ് മെയ്സ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ എന്തിനാണ് അവനെ കുറ്റം പറയുന്നത്? ഒന്നാമത് അവൻ അനങ്ങാൻ പറ്റാതെ കിടക്കാണ്. മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടായതിനൊക്കെ കാരണം അവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സ്വയം ശപിക്കുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവനെ സംശയിക്കേണ്ട കാര്യമില്ല എന്നാണ് ക്യാപ്പ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവനാണെന്നുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. മാത്രമല്ല ഇത് എയർലോക്ക് വേർപ്പെടുത്തിയതിന്റെ കാര്യമല്ല. സേളും ഹാർവി ഇപ്പൊ മരിച്ചു. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഓക്സിജൻ ആവശ്യമുള്ള 2 പേര് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ട്രേയും കൂടെ മരിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേലോഡ് ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്ത് എത്തുന്നത് വരെ ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് കിട്ടും. അതുകൊണ്ട് ട്രേ മരിച്ചേ പറ്റൂ എന്നാണ് കോറിയുടെ അഭിപ്രായം. അവനെ കൊല്ലാന്നല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല എന്ന് മനസ്സിലാവുമ്പോൾ ക്യാപ്പ് അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ക്യാസി സമ്മതിക്കുന്നില്ല. അത് കാണുമ്പോൾ നീ എന്നോട് ക്ഷമിക്കെന്നും പറഞ്ഞിട്ട് മെയ്സ് വേഗം തന്നെ ട്രേയെ കൊല്ലാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് നടക്കുന്നു. അങ്ങനെ മെയ്സ് ഇപ്പോ ട്രേയുടെ റൂമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ അവൻ റൂമിലേക്ക് നോക്കുമ്പോൾ അവൻ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ബാത്റൂം ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ട്രേ അതിന്റെ അകത്ത് മരിച്ചു കിടക്കാണ്. കയ്യിലെ ഞരമ്പൊക്കെ മുറിച്ചിട്ട് ആത്മഹത്യ ചെയ്ത രീതിയിലാണ് അവൻ കിടക്കുന്നത്. അവൻ ആ കിടക്കുന്നത് കാണുമ്പോൾ മെയ്സ് വേഗം തന്നെ ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ച് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം ക്യാപ്പ് സംസാരിക്കാൻ തുടങ്ങി. അവന്റെ വിധി അവൻ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മെയ്സിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഇതിനെല്ലാം കാരണം നീ ഒരുത്തനാണ്. നീ കാരണമാണ് നമ്മൾ ഇക്കോറസ് 1ലേക്ക് പോകേണ്ട അവസ്ഥ വന്നത്. നീ അതിന് സമ്മതിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇക്കോറസ് 1ലേക്ക് പോകത്തില്ലായിരുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കത്തുമില്ലായിരുന്നു എന്നാണ് മെയ്സ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ക്യാപ്പയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അത്ര പൊരിഞ്ഞ അടി നടക്കുമ്പോഴും ക്യാസിയും കോറി അതിൽ ഇടപെടുന്നില്ല. അവർ വേണ്ടത്ര ഫൈറ്റ് ചെയ്തോട്ടെ എന്ന നിലയിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് അവർ നല്ല രീതിയിൽ ശ്വാസം എടുക്കുന്ന കാണുമ്പോൾ കോറി സംസാരിക്കാൻ തുടങ്ങി. ഒരുപാട് ഓക്സിജൻ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അധികകാലം ഇതിനകത്ത് നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഓക്സിജൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കോറി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇക്കോറസ് 2 സൂര്യനിലേക്കുള്ള അതിന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ക്യാപ്പയാണെങ്കിൽ പേലോഡിൽ ഇരുന്നിട്ട് തന്റെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അംഗങ്ങളുടെയും ബയോമെട്രിക് അടയാളങ്ങളൊക്കെ പുതുക്കാനും അതുപോലെ ഓക്സിജൻ ഉപയോഗങ്ങളൊക്കെ പരിശോധിക്കാനും അവൻ ഇക്കോറസിനോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇക്കോറസ് മറുപടി പറയുന്നത്. മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ പേലോഡ് ഇടുന്നത് വരെയെങ്കിലും ഞങ്ങൾക്ക് ജീവിച്ചിരുന്നേ പറ്റൂ എന്നാണ് ക്യാപ്പ പറയുന്നത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. പേലോഡ് എത്തിക്കുന്നത് വരെ നിങ്ങൾ ജീവിച്ചിരിക്കത്തില്ല. നിങ്ങളുടെ മരണം വരെ 16 മണിക്കൂറുകൾ ഇനി ബാക്കിയുണ്ട്. പക്ഷെ ഡെലിവറി പോയിന്റിലേക്ക് 19 മണിക്കൂറാണ് ബാക്കിയുള്ളത്. ആ 19 മണിക്കൂർ നിങ്ങൾക്ക് ജീവൻ നിലനിർത്താനുള്ള ഓക്സിജൻ ഇതിനകത്തില്ല എന്നാണ് ഇക്കോറസ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ 4 പേരുടെ ജീവൻ നിലനിർത്താനുള്ള ഓക്സിജൻ ഇതിനകത്തുണ്ട് എന്നാണല്ലോ കോറി പറഞ്ഞത്. അവന് സംശയമായി. കോറി പറഞ്ഞത് ശരിയാണ്, 4 പേരുടെ ജീവൻ നിലനിർത്താനുള്ള ഓക്സിജൻ ഇതിനകത്തുണ്ട്. പക്ഷെ നിങ്ങളിപ്പോ 4 പേരല്ല, 5ാമതൊരാൾ കൂടെ ഉണ്ട് എന്നാണ് ഇക്കോറസ് പറയുന്നത്. അതെങ്ങനെ 5 പേരുണ്ടാവും? ട്രേ മരിച്ചു കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഞാനും കോറിയും മെയ്സും ക്യാസിയും മാത്രമല്ല ഉള്ളത്. ക്യാപ്പ വീണ്ടും ചോദിക്കുന്നു. അല്ല, വേറൊരാൾ കൂടെ ഇതിനകത്തുണ്ട് എന്നാണ് ഇക്കോറസ് പറയുന്നത്. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അൺനോൺ എന്ന് മാത്രമാണ് ഇക്കോറസ് മറുപടി പറയുന്നത്. അയാൾ ഇപ്പോൾ എവിടെയാണുള്ളത്? ക്യാപ്പ വീണ്ടും ചോദിക്കുന്നു. അയാൾ ഇപ്പോൾ ഒബ്സർവേഷൻ റൂമിനകത്താണുള്ളത് എന്നാണ് ഇക്കോറസ് മറുപടി പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ക്യാപ്പയാണെങ്കിൽ വളരെ വേഗത്തിൽ ആ ഒബ്സർവേഷൻ റൂമിലേക്ക് ഓടുന്നു. അവൻ അതിന്റെ അകത്തേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ശക്തമായിട്ടുള്ള സൂര്യപ്രകാശം വരുന്നുണ്ട്. മാത്രമല്ല അതിന് താഴെയായിട്ട് ഒരാൾ കിടക്കുന്നതും കാണുന്നുണ്ട്. ക്യാപ്പ വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്ന് നോക്കുന്നു. ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അത് ആ പിൻബാക്കർ ആയിരുന്നു. അയാളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി. കാരണം ഇക്കോറസ് 1ൽ നിന്ന് കിട്ടിയ ആ വീഡിയോയിൽ നിന്നും അവൻ അയാളുടെ മുഖം കണ്ടിട്ടുണ്ട്. അയാളാണ് ഇക്കോറസ് 1 നശിപ്പിച്ചു കളഞ്ഞത്. അയാൾ പെട്ടെന്ന് ഒരു കത്തിയെടുത്ത് അവനെ നേരെ വീശുന്നു. അത് അവന്റെ ദേഹത്ത് പോറുന്നുണ്ട്. എങ്കിലും പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അങ്ങനെ വേഗം ഓടി ചെന്നിട്ട് അവൻ ഒരു റൂമിന്റെ അകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നു. ഈ സമയം പിൻബാക്കർ ആണെങ്കിൽ ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ നേരെ ചെല്ലുന്നത് ആ കൂളൻ ടാങ്കിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവിടെ ഇരിക്കുന്ന ആ മെയിൻ ഫ്രെയിം മൊത്തത്തിലെടുത്ത് പുറത്തേക്ക് വെക്കുന്നു. ഇതേ സമയം തന്നെ ആ ഓക്സിജൻ റൂമിന്റെ അകത്താണ് കോറിയിരിക്കുന്നത്. അവിടെ ചെറിയൊരു ചെടി കിളിർത്തു വന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ അതിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ. പെട്ടെന്നാണ് പിൻബാക്കർ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ അവളെ ഒരു കത്തി വെച്ച് കുത്തുന്നു. അതോടൊപ്പം തന്നെ അവൾ മരിച്ചു വീഴുകയും ചെയ്യുന്നു. ഈ സമയം ആ റൂമിന്റെ അകത്താണ് ക്യാപ്പ. പിൻബാക്കർ പുറത്തുനിന്ന് ആ റൂം പൂട്ടിയോണ്ട് അവനത് തുറക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മെയ്സിനെ വിളിക്കാൻ തുടങ്ങി. ഈ സമയം മെയിൻ ഫ്രെയിം എടുത്ത് പുറത്തേക്ക് വെച്ചുകൊണ്ട് കറണ്ട് മൊത്തം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാസിയും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മെയ്സ് ആണെങ്കിൽ ഒരു ടോർച്ച് എടുത്തിട്ട് എല്ലാവരെയും തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഈ സമയത്താണ് ക്യാസി പിൻബാക്കറിനെ കാണുന്നത്. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി ഒളിച്ചിരിക്കുന്നു. ഈ സമയം മെയ്സ് ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കി നോക്കുമ്പോൾ ക്യാപ്പയാണെങ്കിൽ ഒരു റൂമിന്റെ അകത്ത് പെട്ടിരിക്കുന്നതാണ് കാണുന്നത്. നീ എങ്ങനെയാണ് അതിനകത്ത് പെട്ടത് എന്നാണ് അവൻ അവിടുത്തെ മൈക്കിലൂടെ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ ആ പിൻബാക്കറിനെ
കണ്ട കാര്യങ്ങളൊക്കെ മെയ്സിനോട് പറയുന്നു. അയാൾ ഇതിനകത്തുണ്ട്, നമ്മുടെ ഈ ദൗത്യം തടയുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം എന്നൊക്കെയാണ് അവൻ വിളിച്ചു പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ മെയ്സ് വേഗം ആ കൂളൻ ടാങ്ക് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ഓടിച്ചെല്ലുന്നത്. അവൻ നോക്കുമ്പോൾ ആ മെയിൻ ഫ്രെയിം മൊത്തം പുറത്തിരിക്കുന്നതാണ് കാണുന്നത്. അവൻ വേഗം തന്നെ അതൊക്കെ ശരിയാക്കാനുള്ള ശ്രമത്തിലാണ്. കമ്പ്യൂട്ടറൊക്കെ പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ ആ മെയിൻ ഫ്രെയിം ഓട്ടോമാറ്റിക് ആയിട്ട് ആ കൂളന്റിലേക്ക് താഴ്ത്താൻ പറ്റത്തില്ല. പക്ഷെ അത് താഴ്ത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നവുമാണ്. അതുകൊണ്ട് മെയ്സ് വേഗം തന്നെ ആ കൂളൻ ടാങ്കിലേക്ക് ഇറങ്ങുന്നു. നല്ല തണുപ്പാണ് അതിനകത്ത്. എങ്കിലും വളരെ കഷ്ടപ്പെട്ടിട്ട് അവൻ ആ മെയിൻ ഫ്രെയിം അതിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൻ ക്യാപ്പയോട് സംസാരിക്കാൻ തുടങ്ങി. നമ്മളിപ്പോ ഭ്രമണപഥത്തിലാണുള്ളത്. കമ്പ്യൂട്ടർ ആണെങ്കിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നീ സ്വയം നമ്മളെ ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണം. പേലോഡ് വേർപ്പെടുത്തുക എന്നല്ലാതെ മറ്റൊരു വഴി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതിനുശേഷം പേലോഡ് സൂര്യനിലേക്ക് ഇടിച്ചിറക്കണം. എന്നിട്ട് നീ അതിനകത്ത് നിന്നിട്ട് ആ പേലോഡ് സ്വയം പൊട്ടിത്തെറിപ്പിക്കണം എന്നൊക്കെയാണ് മെയ്സ് അവന് നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ പറഞ്ഞു തീരുമ്പോഴേക്കും അവൻ തണുത്ത് മരവിച്ച് മരിച്ചു പോകുന്നു. അങ്ങനെ ക്യാപ്പ മരിച്ചു എന്ന് മനസ്സിലാവുമ്പോൾ അവൻ വേഗം തന്നെ അവിടെ ഇരിക്കുന്ന ഒരു സ്യൂട്ടൊക്കെ എടുത്തിടുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ട് ആ ഡോർ ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ അവൻ വേഗം ചെല്ലുന്നത് ആ പേലോഡ് വേർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനൊരു എമർജൻസി സ്വിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ആ സ്വിച്ച് ഓൺ ആക്കുന്നു. അതോടൊപ്പം ആ പേലോഡ് ആ പേടകത്തിൽ നിന്ന് വേർപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് വേർപെട്ട് പോകുമ്പോൾ ക്യാപ്പ വേഗം തന്നെ ആ പേടകത്തിന്റെ അറ്റത്തേക്ക് വരുന്നു. അതിനുശേഷം ആ വേർപെട്ട് പോകുന്ന പേലോഡിനെ നേരെ ചാടുന്നു. അങ്ങനെ അവൻ വായുവിലൂടെ ഫ്ലോട്ട് ചെയ്തിട്ട് വേഗം തന്നെ ആ പേലോഡിന്റെ അകത്തേക്ക് വീഴുന്നു. അതോടൊപ്പം അവർ വന്ന ആ പേടകം പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്നു. അങ്ങനെ പേലോഡ് വേർപെട്ട് 4 മിനിറ്റ് കഴിയുമ്പോൾ അതിലെ ബൂസ്റ്ററുകളൊക്കെ ഓണാവാൻ തുടങ്ങി. അത് വളരെ വേഗത്തിൽ സൂര്യനിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ക്യാപ്പയാണെങ്കിൽ നേരെ ആ ഹാളിലേക്കാണ് ചെല്ലുന്നത്. അവൻ നോക്കുമ്പോൾ കാസി അവിടെ കിടക്കുന്നുണ്ട്. ആ പിൻബാക്കറിനെ പേടിച്ച് അവൾ അതിനകത്തേക്ക് ഓടി വന്നാണ്. അവൾ തീരെ അവശയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് പിൻബാക്കർ അങ്ങോട്ട് വന്നിട്ട് അവന്റെ കഴുത്തിന് കയറി പിടിക്കുന്നത്. അയാളിപ്പോ അവനെ വായുവിൽ തൂക്കി നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. വളരെ ഭ്രാന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. ഞാൻ 7 വർഷമായിട്ട് ദൈവവുമായിട്ട് സംസാരിച്ചു. നമ്മളെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ അവന്റെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കാസി അങ്ങോട്ട് ഓടി വന്നിട്ട് അയാളെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പിടിയും വലിയും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ വേഗത്തിൽ സൂര്യനിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ആ പേലോഡ് പെട്ടെന്നൊന്ന് ചെരിയുന്നത്. അതോടൊപ്പം തന്നെ അവർ 3 പേരും 2 ഭാഗങ്ങളിലേക്കാണ് തെറിച്ചു പോകുന്നത്. അങ്ങനെ പിൻബാക്കർ കുറെ അപ്പുറത്താണെന്ന് മനസ്സിലാവുമ്പോൾ ക്യാപ്പ് വേഗം എഴുന്നേറ്റിട്ട് ആ ബോംബിന്റെ കൺട്രോൾ റൂമിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ബട്ടണിൽ വിരലമർത്തുന്നു. അതോടൊപ്പം തന്നെ സൂര്യനിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ ബോംബ് ശക്തിയായിട്ട് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ആ പൊട്ടിത്തെറി അവിടെ മൊത്തം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് അവൻ എന്നും സ്വപ്നങ്ങളിൽ കാണാറുള്ള ആ കാഴ്ച അവൻ നേരിട്ട് കാണുന്നത്. ആ തീയൊക്കെ അവന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അവൻ പതുക്കെ കൈ ഉയർത്തി ആ തീയിലൊന്ന് തൊടുന്നു. ഇനി കാണിക്കുന്നത് തണുത്തുറഞ്ഞ ഭൂമിയാണ്. അവിടെ 2 കുട്ടികൾ കളിക്കുന്നുണ്ട്. അത് ക്യാപ്പയുടെ ചേച്ചിയുടെ മക്കളാണ്. അങ്ങനെ അവരവിടെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ക്യാപ്പ അയച്ച ആ വീഡിയോ മെസ്സേജ് അവർക്ക് കിട്ടുന്നത്. ആ വീഡിയോ കണ്ടതിന് ശേഷം അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. അവർ സൂര്യനെ നോക്കുമ്പോൾ ക്യാപ്പ പറഞ്ഞ വാക്കുകളാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത്. ഒരു പ്രഭാതത്തിൽ നീ ഉറക്കമുണരുമ്പോൾ അത് വളരെ ഭംഗിയുള്ളതാണെങ്കിൽ നിനക്ക് മനസ്സിലാക്കാം ഞങ്ങൾ അത് നേടിയെന്ന്. അവൻ പറഞ്ഞ ഈ വാക്കുകളാണ് അവൾ ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം സൂര്യനാണെങ്കിൽ മറ നീക്കി പതുക്കെ പുറത്തു വരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഭൂമിയുടെ ഉപരിതലം പഴയതുപോലെ തന്നെ പ്രകാശപൂരിതമായിരിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളിയായിരുന്നില്ലേ? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയ്ക്കും ഞാനൊരു 250 കമന്റ്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.